ഈ ഷാനവാസിൻ്റെ ഒരു കാര്യം മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ശേഷം ഷാനവാസ് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഹൗസ്മേറ്റ്സിൻ്റെ ബിഹേവിയർ വെച്ചുകൊണ്ട് അവർക്കൊരു ടാഗ് ലൈൻ നൽകുവാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക്. ഷാനവാസിന് ടാഗ് ലൈൻ നൽകിയിരുന്നത് ആദിലയായിരുന്നു. ടാഗ് ലൈൻ ഇങ്ങനെയായിരുന്നു: മുൾച്ചെടിയിൽ ഊഞ്ഞാലാടും ഷാനവാസ് എന്നായിരുന്നു. ആ ടാഗ് ലൈൻ പറഞ്ഞതിന് ശേഷം ആദില അനീഷിൻ്റെയും അനുമോളുടെയും വിഷയം സംസാരിച്ചു. അനുവിൻ്റെ മാനസികാവസ്ഥ പോലും നോക്കാതെ ഇവിടെ ഏറ്റവും കൂടുതൽ അവളെ കളിയാക്കിയിരിക്കുന്നത് ഷാനവാസ് ആയിരുന്നു എന്നിങ്ങനെ പല കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു. ടാസ്ക് കഴിഞ്ഞ ശേഷം തൊട്ട് ഷാനവാസ് അപ്സെറ്റ് ആയിരുന്നു. അനീഷുമായി കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് ഷാനവാസ് പറഞ്ഞു, ആ ടാഗ് ലൈനിൽ അവർ യൂസ് ചെയ്ത ആ വാക്കുണ്ടല്ലോ ഷാനവാസ് എന്നുള്ളത്, അത് അക്ബറിനെ ഇവിടെ കളിയാക്കുവാൻ വേണ്ടി പറയുന്ന വേർഡാണ്. അതാണ് ഇപ്പോൾ അവർ ഏറ്റുപിടിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോഴും ആ കുട്ടികൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? അവർക്ക് എന്നോട് ഒരു ആത്മാർത്ഥതയുമില്ല. ഞാൻ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു തരി പോലും അവർക്ക് തിരിച്ച് ഇങ്ങോട്ടില്ല. അവർക്ക് എന്നെക്കൊണ്ടുള്ള ആവശ്യമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അനീഷ് പറഞ്ഞു, ഷാനവാസ് ഇതൊന്നും സീരിയസ് ആക്കി എടുക്കല്ലേ. അവർ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതാവില്ല. ഒന്നും പേഴ്സണലായി എടുത്ത് വെറുതെ ടെൻഷനൊന്നും അടിക്കല്ലേ. എഴുതാപ്പുറം വായിക്കാതെ ഒന്ന് സമാധാനമായി ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഞാൻ ഇതെല്ലാം പേഴ്സണലായി തന്നെ എടുക്കും. എനിക്ക് എല്ലാം പേഴ്സണൽ തന്നെയാണ്. കാരണം ഞാൻ അവരെ ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി അത് വേദനിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കണക്കുകളാണ് ഷാനവാസ് അനീഷിനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ഷാനവാസിനോട് അനീഷ് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുകള, ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ ഷാനവാസ് പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല. അതൊന്നും അത്ര പെട്ടെന്നൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരുപാട് നേരമാണ് അനീഷ് ഷാനവാസിനെ കൺവിൻസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ഷാനവാസ് പിടിച്ച പിടിയാലെ നിൽക്കുകയായിരുന്നു. എന്തായാലും ആങ്ങളൂട്ടി പെങ്ങളൂട്ടിയെല്ലാം വീണ്ടും അടിച്ചു പിരിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.